ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഏലാഞ്ചിയാണ്. നമുക്കിതൊരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഏലാഞ്ചിക്ക് വേണ്ട ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഞാനിതിലേക്ക് കുറച്ച് വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊരു 3-4 ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ്ങിൽ ആവശ്യത്തിന് മധുരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അധികം മധുരം ഇതിപ്പോൾ ആവശ്യമില്ല. അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാല് അല്ലെങ്കിൽ വെള്ളം ഇതിലേത് വേണമെങ്കിലും ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പാലാണ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. പാല് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാല് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നമുക്കിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കളർ ഉണ്ടെങ്കിലാണ് ശരിക്കും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേശ്ശെ പാല് ചേർത്ത് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം. പാല് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ മധുരം നോക്കിയപ്പോൾ ഇത്തിരി കുറവായിട്ട് തോന്നി. അപ്പോൾ പിള്ളേർക്കൊക്കെ മധുരം ഉണ്ടെങ്കിലാണല്ലോ ഇഷ്ടമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടി മധുരം ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാറ്റർ ഇപ്പോൾ ഈ ചെയ്തതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒറ്റ ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ വേഗം നല്ല എളുപ്പത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ സമയമില്ലാത്ത ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഒരു കോക്കനട്ട് മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മുന്തിരി ആയിട്ടുണ്ട്, നമുക്കിതെടുക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഞാനിങ്ങനെ ചെറിയതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ടും ആയിട്ടുണ്ട്, നമുക്കിതെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് തേങ്ങ ആയിട്ട് എടുത്തേക്കുന്നത്. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ട് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയ പെട്ടെന്ന് ഇതിങ്ങനെ ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒത്തിരി കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാനിതിലേക്ക് കുറച്ച് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മിൽക്ക് പൗഡറിൻ്റെ ടേസ്റ്റ് വരുന്നൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കിട്ടിയാതെ ഒന്ന് ആഡ് ചെയ്തോളൂ കേട്ടോ. ഇതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറായിട്ട് ചേർത്തേക്കുന്നത്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ വെച്ചിട്ട് നമുക്ക് ദോശ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് കുറേശ്ശെ മാവ് ഒഴിച്ച് നമുക്ക് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല കനം കുറഞ്ഞിട്ടാട്ടോ നമ്മൾ പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അല്ല, നമ്മൾ ദോശ പോലെ ഒന്നും മുരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്, നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ നമുക്കിനി ഏലാഞ്ചി സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കിയതിൻ്റെ നമുക്ക് ഈ ഒരു സൈഡിലാട്ടോ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നടുക്കായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2 സൈഡിൽ നിന്നും ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ല ടൈറ്റിൽ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റത്തെ ഏലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്ററൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഏലാഞ്ചിയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്നൊരു ഈവനിങ് സ്നാക്കാണല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മക്കൾക്കും കൂടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയും വേണം. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യില്ലേ. താങ്ക്